ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാനിന്ന് ആരാധിക്കുന്നു. ആനന്ദത്തോടാരാധിക്കുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാനിന്ന് ആരാധിക്കുന്നു. ആനന്ദത്തോടാരാധിക്കുന്നു. സ്നേഹത്തിൻ്റെ അർത്ഥവും ആത്മീയതയും ഞങ്ങളെ പഠിപ്പിച്ച തമ്പുരാനെ, ഈ ദിവ്യകാരുണ്യത്തോളം ചെറുതായ ഒരു സാന്നിധ്യം ലോകത്തിലില്ലല്ലോ. ഈ ചെറുതാകലിൻ്റെ സാന്നിധ്യാനുഭവത്തിലായിരുന്നു കൊണ്ട് ഞങ്ങൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. ഈ സ്നേഹത്തിൻ്റെ അർത്ഥം പഠിച്ച് ഈ അൾത്താരയുടെ ആത്മീയതയെ ഹൃദയത്തിൻ്റെ പ്രാർത്ഥനയായി, ജീവിതത്തിൻ്റെ നിലപാടായി മാറ്റി ഞങ്ങൾ ഈ പുതുവർഷത്തിൽ വ്യാപരിക്കട്ടെ. തിരുവത്താഴത്തിൻ്റെ പുണ്യസ്മരണയതിൽ തീയായി നാവിൽ പടരാനായി ദൈവമിതാ തിരുവോസ്തിയായി രൂപം പ്രാപിച്ചണയുന്നു. തിരുരക്തത്തിൻ ശോണിമയാർ നിന്നണയുന്നു. ഉള്ളിൽ തീയായി എരിയുന്ന ദിവ്യകാരുണ്യച്ചൂടിൽ പാപത്തിൻ ശാപങ്ങളെരിയണം. സ്നേഹത്തിൻ തീനാളം പടരേണം. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാനിന്ന് ആരാധിക്കുന്നു. ആനന്ദത്തോടാരാധിക്കുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാനിന്ന് ആരാധിക്കുന്നു. ആനന്ദത്തോടാരാധിക്കുന്നു. ആനന്ദത്തോടാരാധിക്കുന്നു. ചെറിയ തുടക്കങ്ങളിലേക്കൊക്കെ വലിയ കൃപയൊഴുക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശിശുക്കൾ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവാൻ അവരെ തടയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തി കുഞ്ഞുജീവിതങ്ങളുടെ അനുഗ്രഹീതമായ സാന്നിധ്യത്തിൻ്റെ നന്മകളെ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ചെറിയവരിൽ ഒരുവൻ ഇടർച്ചയ്ക്ക് കാരണമാകുന്നതിലും ഭേദം കഴുത്തിൽ വലിയ തിരുകല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയാണെന്ന് ഓർമ്മപ്പെടുത്തി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടർച്ചയുടെ വഴികളെ, ദുർമാതൃകയുടെ ഓർമ്മപ്പെടുത്തലുകളെ തിരുത്താൻ ഞങ്ങൾക്ക് കൃപയോടെ ശ്രദ്ധയോടെ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് ഇന്ന് ഈ ദിവ്യകാരുണ്യത്തിലെ തമ്പുരാൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത് ചെറിയ തുടക്കങ്ങളൊക്കെ തമ്പുരാനോട് ചേർത്ത് വെച്ചാൽ വലിയ അത്ഭുതങ്ങളായി മാറും. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ പതിയെ പതിയെ നശിക്കുമെന്ന് പ്രഭാഷകന്റെ 19 ഓർമ്മപ്പെടുത്തും. അവഗണനയിൽ നിന്നും ശ്രദ്ധയിലേക്കും കരുതലിലേക്കും ഒരു ചുവടുമാറ്റം നടത്താം. ഏറ്റവും ചെറുതായവൻ്റെ കൂടെയാണ് നമ്മൾ ഈ ആത്മീയ യാത്ര നടത്തുക. ഇത്ര ചെറുതാകാൻ എത്ര വളരെയാണ്.
ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? ജീവൻ പോലും കൊടുത്ത് സ്നേഹിച്ചവൻ. ശരീരവും രക്തവും പകുത്തേക്കുക മാത്രമല്ല, കുർബാനയായിട്ട് ഇന്നും ഓരോ അൾത്താരയിലും 4.25 ലക്ഷം വൈദികരുടെ കരങ്ങളിലൂടെ മുറിയപ്പെടുന്ന മഹാത്ഭുതത്തിൻ്റെ മുമ്പിൽ ഈ 2021 ചെറുതായികളുടെ പുണ്യം ജീവിതത്തിൽ ചെറുതായി മഹാത്ഭുതത്തിലേക്ക് വളരാനുള്ള ആത്മീയ പാഠം ഉൾക്കൊള്ളാൻ ആഗ്രഹിച്ച് കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഇത്ര ചെറുതാകാൻ എത്ര വളരണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? പ്രാർത്ഥിക്കാം. ഇത്ര ചെറുതാകാൻ എത്ര വളരണം, ഇത്ര സ്നേഹിപ്പാനെന്തു വേണം. എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടെ വിശ്വാസത്തോടെ ഇത്ര ചെറുതാകാൻ എത്ര വളരണം, ഇത്ര സ്നേഹിപ്പാനെന്തു വേണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ ഈശോ കടുകുമണിയുടെയും പുളിമാവിൻ്റെയും ഉപമ പറഞ്ഞുകൊണ്ട് നമുക്ക് നൽകുന്നൊരു സന്ദേശമുണ്ട്. പ്രത്യക്ഷത്തിൽ ചെറുത് എന്ന് കരുതുന്നവയൊക്കെ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ അത്ര ചെറുതായി കാണപ്പെടുന്നില്ല. വലുപ്പ ചെറുപ്പങ്ങളൊക്കെ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകതകളായി തിരുവചനം അവതരിപ്പിച്ചുകൊണ്ട് പറയാണ്, കടുകുമണി ചെറുതാണെങ്കിലും പുളിമാവിൻ്റെ സാന്നിധ്യം കാഴ്ചയിൽ വളരെ കുറഞ്ഞതായി അനുഭവപ്പെട്ടാലും ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം, അതുണ്ടാക്കുന്ന സ്വാധീനം ചിന്തിക്കുന്നതിലും ഉപരിയാണ്, അത്ഭുതാവഹമാണ്. പ്രകൃതിയിലെ ഏതു പ്രതിഭാസങ്ങളെ നമ്മൾ നോക്കിയാലും ഒരു മനുഷ്യൻ്റെ രൂപം പോലും അമ്മയുടെയും അപ്പൻ്റെയും ശരീരത്തിലെ അനുഗ്രഹീതമായ കൂടിച്ചേരലുകൾ അത് വളരെ ചെറുരൂപത്തിൽ ആരംഭിച്ച് അത്ഭുതകരമായിട്ടുള്ള ദൈവിക ഇടപെടൽ കൊണ്ട് പൂർണ്ണ രൂപം പ്രാപിച്ചൊരു മനുഷ്യനായി മാറുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2021 ഓരോരുത്തരും ഹൃദയത്തിലെടുക്കേണ്ട ഒരു തീരുമാനം, എൻ്റെ ചെറുതായ പ്രവൃത്തികളെപ്പോലും വലുതാക്കാൻ കഴിയുന്നവനായ ഒരു തമ്പുരാൻ, എൻ്റെ ജീവിതത്തിൻ്റെ ഏതു കുറവുകളെപ്പോലും നിറവാക്കാൻ കഴിയുന്ന ഒരു ദൈവം, എൻ്റെ വാക്കോ ചിന്തയോ പ്രവൃത്തിയോ നിലപാടുകളോ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലേക്കൊന്ന് രൂപാന്തരപ്പെടുത്തിയാൽ എൻ്റെ ചെറുതുടക്കങ്ങളൊക്കെ അത്ഭുതത്തിൻ്റെ വലിയ സംഭവങ്ങളായി ദൈവം മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അതുകൊണ്ട് തിരുവചനത്തോട് ചേർന്ന് നമ്മൾ സത്യം തിരിച്ചറിയണം. തിരുവചനം ചില ചെറുജീവിതങ്ങളെ വല്ലാതെ ഗൗരവത്തിലെടുക്കുന്നുണ്ട്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് അരുന്ധതി റോയ് തൻ്റെ പുസ്തകത്തിൽ എഴുതി ബുക്കർ പ്രൈസൊക്കെ മേടിച്ചു. ദൈവം ചെറിയ കാര്യങ്ങളുടെ വലിയ തമ്പുരാനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ചെറിയവൻ്റെ പ്രത്യേകത, ചെറുതിൻ്റെ പ്രത്യേകത അത് വലുതിനെ ആശ്രയിക്കും. ദിവ്യകാരുണ്യനാഥൻ്റെ വലിയൊരു പ്രത്യേകതയും അത് തന്നെയാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവനും ഈ അപ്പമായി മാറി ചെറുതായി കൊണ്ട് അവിടുന്ന് സ്വാധീനിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചു, ഇത്രത്തോളം ഈ പ്രപഞ്ചത്തിൽ സ്വാധീനമായി മാറിയ വ്യക്തിത്വമില്ല, ഇത്രത്തോളം ഈ പ്രപഞ്ചത്തിൽ സ്വാധീന ശക്തി ചെലുത്തിയ പഠനങ്ങളില്ല. അതുകൊണ്ട് നമ്മുടെ തമ്പുരാൻ ചെറുതാണെങ്കിലും ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലും കണ്ണിലും വലുതാണ്. അപ്പം ഈശോ കടന്നുപോയ വഴികളെ ജീവിതത്തിൻ്റെ വഴിയായിട്ടും നിലപാടായിട്ടും നമ്മളങ്ങ് സ്വീകരിച്ചാൽ, നമ്മൾ ചെറുതാണെന്ന് കരുതിയാലും സ്വാധീനമാകാൻ കഴിയുന്ന ഒരു വലിയ ശക്തിയായിട്ട് നമ്മൾ രൂപാന്തരപ്പെടും എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകനും കണ്ടുപിടുത്തക്കാരനുമായ ബിൽ ഗേറ്റ്സ് പോലും കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് ക്ലാസ്സിൽ നിന്നും പുറത്താക്കപ്പെട്ടവനാണെന്ന് കൂടെ തിരിച്ചറിയുക. എന്ന് വെച്ചാൽ അത്ഭുതകരമായിട്ട് ആ ഒരു മേഖലയിൽ അനുഗ്രഹമായി മാറിയത് ഈ ചെറുജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് ചില നിലപാടുകളെ ചേർത്തത് കൊണ്ടാണ്. അത് ക്രിസ്തീയമാണ്, ആത്മീയമാണ്, അത് ക്രിസ്തുവിൻ്റെ നിലപാട് തന്നെയാണ്. അതുപോലെ തന്നെ മൈക്കിൾ ഡെല്ലിൻ്റെ അനുഭവവും സമാനമായ അനുഭവങ്ങളായിരുന്നു. വെറും $1000 ഉപയോഗിച്ച് ആരംഭിച്ച ഒരു പ്രസ്ഥാനത്തെ
ലോകത്തിലെ വലിയ ഭീമന്മാരുടെ ഗണത്തിലേക്ക് വളരാൻ തക്ക വിധം രൂപാന്തരപ്പെട്ടുവെങ്കിൽ ഈ ചെറുതാകലിനെ വേണ്ടും വിധത്തിൽ അവർ കൈകാര്യം ചെയ്തുവെന്നാണ് അവരുടെ ജീവിതം പഠിച്ചവരൊക്കെ പറയണത്. ഒരുപക്ഷെ നേരിട്ടോ അല്ലാതെയോ ക്രിസ്തു ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നമുക്ക് വായിച്ചും ധ്യാനിച്ചും ഇവരുടെയൊക്കെ വിജയകഥകളെ കണ്ടെത്താമെങ്കിൽ അത് പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ്. ഏതൊരു ജീവിതവും ഈ ചെറുതിൽ നിന്നും വലുതിലേക്കുള്ള പ്രയാണത്തിൽ അടിസ്ഥാനമായിട്ടും അടിത്തറയായിട്ടും രൂപാന്തരപ്പെടുത്തേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ്: ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് കാര്യങ്ങളെ എടുക്കാൻ, ആ ഒരു ബലത്തിൽ കാര്യങ്ങളെ വളർത്താൻ തീരുമാനമെടുക്കണം. അകക്കാമ്പിലെ വിശ്വാസം, അതിനെ ഒരു ക്രിസ്തീയമായ കണ്ണിൽ പറഞ്ഞാൽ ആഴമുള്ള വിശ്വാസം, അഗാധങ്ങളിൽ തൊട്ടൊരു വിശ്വാസം. ദൈവം എൻ്റെ ജീവിതത്തിൽ നിന്നും എൻ്റെ ബന്ധങ്ങളിൽ നിന്നും എൻ്റെ കൂടെ വിട്ടുപിരിയാത്തൊരു സ്നേഹിതനായിട്ട് കൂടെയുണ്ട് എന്ന് ഉറപ്പോടുകൂടെ പറയാൻ കഴിയുന്ന വിശ്വാസത്തിൻ്റെ അകം തൊട്ടുള്ള ഒരു അനുഭവം. അതുകൊണ്ടാണ് 139 സങ്കീർത്തനം 13 തിരുവചനം ഓർമ്മപ്പെടുത്തും: അവിടെ നിന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്, അവിടെ നിന്ന് എന്നെ അമ്മയുടെ ഉദരത്തിൽ മെനഞ്ഞു. 139 സങ്കീർത്തനം മുഴുവനും പറയണത് നമ്മുടെ ജീവിതത്തോടുള്ള ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിനെ കുറിച്ചാണെങ്കിൽ കൃത്യമായിട്ടും നമ്മളൊരു സത്യം തിരിച്ചറിയണം. ഈ അന്തരംഗത്തെ രൂപപ്പെടുത്തിയവൻ എന്നോടും നിങ്ങളോടും പറയാണ്, നിന്റെ ആത്മബന്ധം അൾത്താരയോടും തമ്പുരാനോടും ആത്മീയതയോടുമായി ചേർത്ത് വെച്ചാൽ നീ ഒരു സത്യം തിരിച്ചറിയണം: നീ അറിയാതെ നിന്റെ ആത്മവിശ്വാസം വർദ്ധിക്കും. ഒന്നാമത്തെ കാര്യം അത്. ഏതൊരു ചെറുകാര്യം ചെയ്യുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈശോയോട് പറയണം: ഈശോയെ, ഇത്ര ചെറുതായവൻ, ഇത്ര സ്നേഹിച്ചവൻ, ഈ ചെറുതായവനെ, ഈ സ്നേഹിച്ചവനെ ജീവിതത്തിൻ്റെ പ്രതിബിംബമായിട്ടും എൻ്റെ ജീവിതത്തിൻ്റെ മോഡലായിട്ടും ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മൾ ഈശോയോട് പറയാൻ പോവാണ്, ഈശോയോട് പ്രാർത്ഥിക്കാൻ പോവാണ്. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിയിട്ട് ഈശോയോട് പറയണം: ഇത്ര ചെറുതാകാൻ എത്ര വളരണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. സ്നേഹത്തോടെ പറയണം, പ്രാർത്ഥനയോടെ പറയണം, ആഗ്രഹത്തോടെ പറയണം. ഈശോയെ നോക്കിക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കാൻ ഈ ചെറുതായി മാതൃക കാട്ടിയ തമ്പുരാനോട് സ്നേഹപൂർവ്വം പ്രാർത്ഥനയോടെ. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാനെന്തു വേണം. എല്ലാവരും ചേർന്ന് ആത്മവിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചേ. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിപ്പാനെന്തു വേണം. ജീവിതത്തെ വിജയിപ്പിക്കാനുള്ള രണ്ടാമത്തെ ഒരു മാർഗം ധൈര്യപൂർവ്വം മുൻപോട്ട് പോവുക. ധൈര്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചേക്കരുത്, ധാർഷ്ട്യമല്ല. ധൈര്യത്തെ ഇന്ന് പലപ്പോഴും യൗവനയുക്തരായവർ കണ്ടെത്തിയിരിക്കുന്നത് ധാർഷ്ട്യത്തിൻ്റെ ഗണത്തിലാണ്. അത് അഹങ്കാരത്തിൻ്റെ ജീവിതത്തോട് ചേർന്ന് പോകുന്നതാണ്. എങ്കിൽ ധൈര്യമേതു പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കഴിയുന്ന ഒരു ആത്മാവിൻ്റെ ഉള്ളിലെ ബലമായിട്ട് വേണം കരുതാൻ. അത് മനസ്സിലാകണമെങ്കിൽ 27 സങ്കീർത്തനത്തിൻ്റെ 3 തിരുവചനം ഇങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുക: ഒരു സൈന്യം എനിക്കെതിരായിട്ട് പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല, എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. അത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയാണ്. അസാമാന്യമായ ശക്തിയുള്ള വ്യക്തികളും സാധ്യതകളും സാഹചര്യങ്ങളും എതിരെ വരുമ്പോഴും ഗോലിയാത്ത് എന്ന് പറയുന്ന മഹാമല്ലൻ്റെ മുമ്പിൽ അതീവ ധൈര്യത്തോടു കൂടെ ഇട്ട് ദാവീദ് എന്ന് പറയുന്ന ഇടയച്ചെറുക്കൻ ഒരു കവണയിൽ കല്ലുമായി നിൽക്കാൻ കഴിയുന്ന ആ അഭിഷേകത്തിൻ്റെ പേരാണ് ആത്മധൈര്യം. ജീവിതത്തിൽ വിജയം വരിക്കണമെങ്കിൽ തമ്പുരാനോട് ഓരോ വിശ്വാസിയും ഓരോ വ്യക്തിയും 2021 ഈ ആത്മധൈര്യത്തിൻ്റെ മേഖലയെ അഭിഷേകം കൊണ്ട് പൂരിതമാക്കണമേ. ശിഷ്യരുടെ ജീവിതത്തിൽ നമ്മളത് കൃത്യമായും കാണുന്നു. ഭീരുക്കളായിരുന്നവർ പന്തക്കുസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവിൻ്റെ വരവോടുകൂടെ അസാമാന്യമായ ധൈര്യമുള്ളവരായി മാറി. ക്രിസ്തുവിനെ പ്രതി മരിക്കാൻ, ക്രിസ്തുവിനെ പ്രതി ഏതു പ്രതിസന്ധിയിലും യാത്ര ചെയ്യാൻ, ഏറെ ദൂരം യാത്ര ചെയ്തു പോലും അവിടത്തേക്ക് സാക്ഷികളാകാൻ, ഒടുവിൽ രക്തസാക്ഷികളാകാനുള്ള ധൈര്യം. അതാണ് ചെറിയ കാര്യങ്ങൾ അഭിഷേകത്തോടെ ചെയ്ത് തമ്പുരാൻ്റെ ധൈര്യത്തിൽ ആശ്രയിച്ച് ജീവിതം അനുഗ്രഹമാക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. മൂന്നാമത്തെ കാര്യം, വിജയം വരിക്കാനായിട്ടു ചെറുകാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുന്നവരെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട മൂന്നാമത്തെ കാര്യം, എൻ്റെ സ്വഭാവത്തിൻ്റെ വൈകല്യത്തിൻ്റെ മേഖലകളെ തിരുത്താനായിട്ട് തീരുമാനമെടുക്കണം. വിജയിച്ച മുഴുവൻ ജീവിതങ്ങളെയും നമ്മളൊന്ന് പരിശോധിച്ചാൽ അവർ ജീവിതത്തിൽ അവർക്കുണ്ടായിരുന്ന കുറവുകളെ, അവരുടെ ബലഹീനതകളെ അതിജീവിച്ചവർ. ഗാന്ധിജി തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കുറവിനെയും ടാർഗറ്റ് വെച്ച് കണ്ടെത്തി 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 പരിഹരിച്ച് കടന്നുപോയവരാ. വിശുദ്ധാത്മാക്കൾ ഒരുപാട് പേര്, വിശുദ്ധരിൽ ഒരുപാട് പേര് ജീവിതത്തിൽ ഇങ്ങനെ തങ്ങളുടെ കുറവുകളെ, ബലഹീനതകളെ, പോരായ്മകളെ കൃത്യമായിട്ടും ദൈവത്തിന് മുമ്പിൽ കൊടുത്ത് അവയെ അതിജീവിച്ച് അനുഗ്രഹം പ്രാപിച്ചവരാണെങ്കിൽ, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-ാം തിരുവചനം നമുക്ക് എല്ലാവർക്കും അറിയാം. ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ്. ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹവും ആനന്ദവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഒക്കെയാണ്. 5-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവചനത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങൾക്ക് വിരുദ്ധമായ ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് വളരെ വ്യക്തതയോടുകൂടെ പൗലോസ്ലീഹ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ വിശ്വാസിയും ഈ 2021 എടുക്കേണ്ട തീരുമാനം, ജഡത്തിൻ്റെ വ്യാപാരങ്ങളാകുന്ന വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, അങ്ങനെ അക്കമിട്ട് ഓരോന്നോരോന്നായി നിർത്തിക്കൊണ്ട് ഈ ലൗകികതയുടെ വ്യാപാരങ്ങളിൽ നിന്നും നിന്റെ ജീവിതത്തെ ദൈവിക വ്യാപാരങ്ങളിലേക്ക്, ആത്മാവിൻ്റെ സ്വാധീനത്തിലേക്ക് മാറ്റിക്കഴിയുമ്പം സ്നേഹവും ആനന്ദവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഒക്കെ നിറഞ്ഞ് നമ്മുടെ ജീവിതം ബലഹീനതകളില്ലാത്ത ബലവാൻ ബലപ്പെടുത്തിയ ജീവിതമായിട്ട് രൂപാന്തരപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അതാണ് മൂന്നാമത്തെ കാര്യം. എൻ്റെ ബലഹീനതകളെ, ഒരുപാട് പ്രസ്ഥാനങ്ങളും വ്യക്തികളും കുടുംബങ്ങളും ഒക്കെ തകർന്ന് തരിപ്പണമായതിൻ്റെ പുറകിലെ കാരണം ഈ ബലഹീനതകളാണ്. മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, ജഡിക പാപത്തിൻ്റെ ഇത്തരം ബന്ധനങ്ങളിൽ പെട്ടുപോയാൽ ജീവിതം വഴിമുട്ടും, ജീവിതയാത്ര കൂടുതൽ ദുഷ്കരമായിട്ട് മാറും. നാലാമത്തെയും അവസാനത്തെയും കാര്യം, മൂല്യങ്ങളെ മുറുകെ പിടിക്കുമ്പോഴാണ് വിജയം നിൻ്റെ ജീവിതത്തിൽ നിന്നും വിട്ടുപിരിയാണ്ട് നിൽക്കുക. താൽക്കാലികമായിട്ടൊരു വിജയത്തിന് ഉപയോഗിക്കുന്ന വക്രതയുടെ, അന്യായത്തിൻ്റെ, അനീതിയുടെ, ദൈവകൃപയില്ലാത്ത വഴികളുണ്ടല്ലോ, അതിന് അല്പായുസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അന്യായത്തിൻ്റെ മാർഗത്തിലൂടെ സമ്പാദിച്ചതും നേടിയതും, അത് പേരാകാം, പ്രശസ്തിയാകാം, സമ്പത്താകാം, സൗന്ദര്യമാകാം, എന്തുമാകാം, അതിനൊന്നും ഒരു നിലനിൽപ്പിൻ്റെ അഭിഷേകമില്ല. മറിച്ച് ജീവിതത്തിൽ നിലനിൽക്കുന്ന അനുഗ്രഹമായി നിന്റെ ജീവിതം മാറണമെങ്കിൽ, നിന്റെ നിലപാടുകൾക്ക് രൂപഭാവം വരണമെങ്കിൽ നീ ഓർമ്മിക്കണം, മൂല്യങ്ങൾ വിട്ട് കളിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 7:12 പറയും, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നത് അവർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുക. അതും മൂല്യത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠ ശ്രേണിയിൽപ്പെട്ട ഒരു പ്രവൃത്തിയാണ്. താഴെത്തട്ടിൽ നിൽക്കുന്നവരായി മാറാതെ ഔന്നത്യത്തിലേക്ക് വളരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എത്ര ചെറുതാകാൻ, എത്ര വളരണം. തമ്പുരാനെ, ജീവിതത്തിൽ ഈ ചെറുതാകൽ കൊണ്ട് ജീവിതത്തെ അത്ഭുതമാക്കാൻ, അവൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ അവന് വേണ്ട നന്മകൾ ചെയ്തു കൊടുക്കാൻ തക്ക വിധമുള്ള അവൻ്റെ കാൽപാദത്തോളം കുമ്പിടാനും ചുംബിക്കാനും, അവൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ കണ്ടിട്ടും പരിഭവങ്ങളില്ലാതെ, പരാതിയില്ലാതെ ചേർത്ത് പിടിക്കാനും കഴിയുന്ന ഒരഭിഷേകത്തിൻ്റെ ആത്മീയതയുടെ ചുവടുപിടിച്ചാകട്ടെ ഈ പുതുവർഷത്തിലെ തുടർയാത്ര. ഇത്ര ചെറുതാകാൻ എത്ര വളരെയണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. എല്ലാവരും ചേർന്നൊന്ന് പാടിക്കുകയും, ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ ദിവ്യകാരുണ്യനാഥനോട്, ഈശോയെ, ഒരു പ്രതീക്ഷയുടെ ജീവിതം എൻ്റെ ജീവിതത്തിൽ നൽകുക. 2020 എൻ്റെ ജീവിതത്തിനും എൻ്റെ കുടുംബത്തിനും ചില അപ്രതീക്ഷിതമായ തിക്താനുഭവത്തിൻ്റെ നോവും നൊമ്പരങ്ങളും നൽകിയെങ്കിൽ
21 പ്രവേശിച്ച ഞാൻ പ്രതീക്ഷയോടുകൂടെ, വലിയ പ്രതീക്ഷയോടുകൂടെ, റോമാലേഖനം 8:28 ഓർമ്മപ്പെടുത്തും പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായിട്ട് അവിടുന്ന് ക്രമീകരിക്കും. ഒരു തലമുടി നാരിട പോലും അവിടുന്ന് അറിയാതെ കൊഴിയില്ലല്ലോ തമ്പുരാനെ. എൻ്റെ കണ്ണീർ കണങ്ങളെ നീ കുപ്പിയിൽ ശേഖരിച്ചിട്ടില്ലേ തമ്പുരാനെ? ഒരു വാക്കെൻ്റെ നാവിൽ ഉരുവാകും മുമ്പേ അറിയുന്ന ദൈവമേ, എല്ലാം കാണുന്നവനെ, എല്ലാം അറിയുന്നവനെ, ജീവിതം പാതാന്തികത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയെ, നിന്റെ ജീവിതത്തിൻ്റെ ചുവട് ഞാനൊന്ന് അനുഗമിച്ചോട്ടെ. ഈശോയോടൊന്ന് ചോദിച്ചേ, ഞാൻ ഈ 2020-21 എന്ത് തീരുമാനമാണ് പുതുതായിട്ടെടുക്കേണ്ടത്? കഴിഞ്ഞൊരു വർഷക്കാലം ഞാൻ കടന്നുപോയതും ജീവിതത്തിൽ തീരുമാനമായി എടുത്തതും അല്ലായിരുന്നുവെന്ന് തിരിച്ചറിവോടെ ഞാനിതാ പുതിയ വഴിയിലൂടെ പുത്തൻ അനുഗ്രഹം തേടി യാത്ര ചെയ്യാം. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട് പ്രിയപ്പെട്ടവരെ. മത്തായി സുവിശേഷം 7:7 പറയും, ചോദിക്കുവിൻ ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചുകൊണ്ട്, അഭിഷേകത്തിന് വേണ്ടിയുള്ള അടങ്ങാത്തയൊരു ദാഹം ഉള്ളിൽ ചൂടായി സൂക്ഷിച്ച് ഹൃദയപൂർവ്വം പ്രാർത്ഥനയോടെ ഈശോയെ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞ് വരികളോട് ചേർന്നൊന്ന് പാടിക്കേ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്. നിശ്ചയമായിട്ടും ഉത്തരം തരാൻ കഴിയുന്ന, അനുഗ്രഹിക്കാൻ കഴിയുന്ന, അനുഗ്രഹിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന തമ്പുരാനോട് ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. എല്ലാവരും ചേർന്നൊന്ന് പാടിക്കേ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. എല്ലാവരും ചേർന്ന് ആത്മാർത്ഥമായി സ്തുതിച്ച് പ്രാർത്ഥിച്ച് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. ഈശോയെ ആരാധന. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.